ഇത് ക്രിയേറ്റീവ് ഹെഡാണ്. ഞങ്ങൾ പച്ചക്കറി മേടിക്കാനുള്ളതല്ല. നമുക്കൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് അയച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സീന് ജിത്തു ജോസഫിന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് ബക്കറ്റ് വെച്ചൊരു ഷോട്ട് എടുക്കണം ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. നമ്മള് മെയിനായിട്ട് ആൾക്കാർ ചിരിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പരിപാടിയാണല്ലോ. ഞാനൊരു 5 വർഷം എന്തായാലും ചിരിക്കും. 5 വർഷം എന്തായാലും പ്രതീക്ഷിക്കുന്നു. സോഷ്യൽ അവയർനെസ് പരിപാടിയാണ് നമ്മൾ നന്നാക്കുക സൊസൈറ്റിയെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അത് പല രീതിയിൽ നന്നാക്കും. കബളിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യും, കബളിപ്പിക്കുന്ന സിനിമാക്കാരെ ചോദ്യം ചെയ്യും, രാഷ്ട്രീയ പ്രവർത്തകരെ ചോദ്യം ചെയ്യും, പരസ്യ കമ്പനികളെ എക്സ്പോസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. തൽക്കാലം നമുക്ക് സിനിമ തുടങ്ങല്ലേ. നന്ദിയുണ്ട്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ 3 കമ്പനിക്കാർ ചേർന്നിട്ട് ഒരു പുതിയൊരു സെറ്റപ്പ് തുടങ്ങാനുള്ള പ്ലാനാണ്. തൊഴിൽ രഹിതരായ 3 പേര് തുടങ്ങിയിട്ട് പ്രത്യേകിച്ചൊരു പണിയില്ല. അപ്പൊ നാട്ടിനെ നന്നാക്കാന്നുള്ള പ്ലാനിൽ ഒരു റോക്കറ്റ് കഫേ റോക്കറ്റ് കഫേ എന്നുള്ള പേരിൽ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നാട്ടിനെ നന്നാക്കലാണ്. നമ്മളെന്തായാലും നന്നായില്ല, നാട്ടിനെങ്കിലും നന്നാവട്ടെ. ആൾക്കാരെ പറ്റിക്കുന്ന പൊളിറ്റീഷ്യന്മാര്, ആൾക്കാരെ പറ്റിക്കുന്ന പരസ്യ കമ്പനികൾ, ആൾക്കാരെ പറ്റിക്കുന്ന സിനിമാക്കാര്, രാഷ്ട്രീയക്കാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് കണ്ടന്റ് എന്തിൽ തുടങ്ങും എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് കല്യാൺ ജ്വല്ലേഴ്സ് ഒരു സിനിമ ആയിരുന്നത്. അപ്പൊ നമുക്ക് അതിമ്പോ തുടങ്ങാൻ നേരുന്നത് ജ്വല്ലറി കുറച്ചും കൂടി സമയം കൊടുക്കുകയാണെങ്കിൽ സീറ്റ്സും വന്നിരുന്നു. അതുകൊണ്ടോ ഈ പാർട്ടിയിൽ മൊബൈൽ ഫോണുകൾക്ക് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം മൈജി ഉണ്ട് ഒഴിവായി. ട്രാക്ക് ചെയ്യേണ്ട പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അടുത്തത് ദൃശ്യം 4 വരുന്നാളെ പറഞ്ഞു വെക്കണത്. ദൃശ്യം 4 വരുമ്പോ അതിലൊരു സാധനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ജോർജ് കുട്ടിന്റെ രണ്ടാമത്തെ നമ്മള് പഠിക്കാൻ പോകുന്ന സിംഗപ്പൂർ എവിടെ പഠിക്കാൻ പോകുന്ന സൈബർ സെക്യൂരിറ്റി. ഞാൻ അത് ഇതിൽ കണക്ട് ആവും വിചാരിച്ചു. ദൃശ്യം 4ലേക്ക് മൈജിക്ക് നല്ല റോഡ് വരുന്നുണ്ട്. ദൃശ്യം 2 മൈജിക്കാര് CCTV വെക്കുന്നുണ്ട്. മൈജിനാണ് CCTV വെക്കാൻ വരുന്നത്. ഇത് CCTV ജോർജ് കുട്ടിന്റെ തിയേറ്ററിൽ തിയേറ്ററിൽ CCTV വെക്കുന്ന പരിപാടി മൈജി വെക്കുന്നത്. സാർ ഞാൻ മൈജിന്നാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആര് ഇജല്ലേ ലാസ്റ്റ് കണ്ടു പോണം? എങ്ങനെയുണ്ട്? കണ്ടിട്ട് അവിടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹൈപ്പൊക്കെ പറഞ്ഞു. കുറച്ച് ആൾക്കാർ, പിന്നെ 1-2 ആൾക്കാർ പറഞ്ഞ പോലെ അല്ലാണ്ട് അങ്ങോട്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 2 കൽപ്പിച്ച് പോയൊക്കെയതാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ദൃശ്യം 1-ലും 2-ലും നമുക്ക് ജോർജ് കുട്ടി ഈ സിസ്റ്റത്തിനെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് ഒരു പോലീസ് സംവിധാനത്തിനെ നേരിടുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള സംഗതിയായിരുന്നു. പക്ഷെ ഇത് ആകെ തിരിഞ്ഞേ നീതീകരിക്കാവുന്ന എന്തോ ഒരു ജോർജ് കുട്ടിയുടെ അടുത്തുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് ഒരു കുടുംബത്തിനെ രക്ഷിക്കുന്ന ഒരു അച്ഛനായിട്ടാണ് നമ്മൾ മോഹൻലാലിനെ കാണുന്നത്. അതേ സാർ നമുക്ക് സിദ്ദീഖിനെ കാണാൻ പറ്റും. അയാളെ മകനെ കൊന്നിട്ടുള്ള അതിന്റെ പ്രതികാരം കിട്ടും. അപ്പൊ നമുക്ക് ഒരേ സമയം സിദ്ദീഖിനോട് ഒരു സിമ്പതി ഉണ്ട്. അയാളൊരു പാവ മനുഷ്യനാണ്. അയാളൊന്നും ചെയ്തിട്ടില്ല, അയാളെ മകൻ ചെയ്ത കുറ്റത്തിനാണ് അയാൾ അനുഭവിക്കുന്നത്. പക്ഷെ ഈ സിനിമയ്ക്ക് വരുമ്പോൾ നമുക്ക് ആകെ പോയി. ഒന്നാമത് നേരത്തെ പറഞ്ഞ പോലെ അയാൾ സിസ്റ്റത്തിനോടല്ല ഫൈറ്റ് ചെയ്യുന്നത്. മാത്രമല്ല സിദ്ദീഖിനോട് ഒരു സിമ്പതി വന്നുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആശാ ശരത്ത് ഈ കുറ്റം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മകനെ എവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് വീഡിയോ ലീക്ക് ആവുക നോക്കുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സിദ്ദീഖിന് നല്ല ബോധ്യമുണ്ട് മകന്റെ ഭാഗത്താണ് മകൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് വരെ ദൃശ്യം 1-ൽ സിദ്ദീഖിന്റെ ട്രാവലിൽ കാണിക്കുന്നുണ്ട്. ഇത് ദൃശ്യം 3-ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ മോശമായി. ഒരു ക്യാരക്ടറിനെ എങ്ങനെ നശിപ്പിക്കാന്നുള്ള സാധനമായി. സത്യം സിദ്ദീഖ് തന്നെ കോമഡി പീസ് ആയില്ലേ. കുറെ കഴിഞ്ഞ് ചിരിക്കാൻ തോന്നില്ല അയാളെ പരിപാടി കണ്ടിട്ട്. ക്യാരക്ടർ ട്വിസ്റ്റ് ചെയ്യണ മാതിരത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഞാൻ വില്ലനാടാ. മുരളീഗോപി പറഞ്ഞ പോലെ തന്നെ ദൃശ്യം ഫസ്റ്റ് നമുക്ക് വില്ലൻ എന്നുള്ള സാധനത്തിൽ ഒരു ലാൻഡ്മാർക്ക് ആയിട്ട് നമുക്ക് ഷാജോണെ കാണായിരുന്നു. ഇതൊരുമാതിരി ചോരക്കണ്ണൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര അരോചകരോ. ഇപ്പോഴും അപ്ഡേറ്റ് ആവാത്തതിന്റെ പ്രശ്നമല്ലേ? ഇത് അങ്ങനെ തോന്നിയത് ഏത് കാലം മലയാള സിനിമ വിട്ടാണെങ്കിൽ ചോരക്കണ്ണ്. നമ്മളെത്ര പോലെ ആൾക്കാരെ കണ്ടിരിക്കണം. ഇയാൾക്ക് തന്നെ ഇയാളെ മെമ്മറീസ് എടുത്ത് നോക്കിയാൽ പോരെ. കള്ള് കുടിച്ചിട്ട് കരിയർ ഉണ്ടായി കഴിഞ്ഞ ഒരാളെ ഒരു സാധനം ശരിയല്ലേ. പിന്നെ ഇയാൾ അത്രയും പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണ് ഷാജോൺ എന്നുണ്ടെങ്കിൽ കള്ള് കുടിച്ച് ഫോക്കസ് കിട്ടൂല. അത് പോട്ടെ, ഇനിയിപ്പോ സിനിമാറ്റിക് ആണെന്ന് വെച്ചോ, എന്നാ പോലും ഇങ്ങനല്ലല്ലോ അയാള് പെരുമാറേണ്ടത്. ഇയാളിതൊരു എന്താ പറയാ ചീപ്പ്, തല്ലാൻ പാടാന്നൊക്കെ പറഞ്ഞ പോലെ ബുദ്ധിയൊക്കെ പോയ സമയങ്ങളിൽ സീരിയൽ കില്ലേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ക്രമിച്ച് കീഴ്പ്പെടുത്താന്നുള്ള ലൈനിലേക്ക് എത്തി. സംഭവം അയാളെ ക്യാരക്ടർ അതാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്തൊരു ചെറിയ ബുദ്ധിപരമായിട്ടുള്ള ചെറിയ പരിപാടികളുണ്ടായിരുന്നു. അതായിരുന്നു നമുക്ക് രസം. അതായിരുന്നു 1-ലൊക്കെ രസം. പക്ഷെ അതൊക്കെ പോയി. പക്ഷെ ആൾക്കാർ ഇപ്പോഴും കേറുന്നുണ്ട്. എനിക്ക് മനസ്സിലാവില്ല. ഇത് ഒന്നാമത് ദൃശ്യം ഫ്രാഞ്ചൈസി സെറ്റ് ചെയ്ത് വെച്ചൊരു സാധനം. ഞാൻ തിയേറ്ററിൽ കണ്ട സാധനമല്ല. പക്ഷെ എന്റെ അമ്മയ്ക്ക് ദൃശ്യമാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ദൃശ്യമായോണ്ട് ഇന്നലെ പോയി കണ്ടതാ. അമ്മ എന്നെ പറയാണ് ആ ഒരു പടത്തിൽ എങ്ങനെയാക്കി വെച്ചേക്കും. അത് ഒരു കണക്കിന് ഈ സംവിധായകൻ മുതലെടുക്കും കൂടിയല്ലേ. അതായത് എങ്ങനെ പടം എടുത്താലും കുഴപ്പമില്ല, ആൾക്കാർ കാണാൻ ഒരു മെന്റാലിറ്റി ഇല്ലേ. ഞാൻ എങ്ങനെ എടുത്താലും നിങ്ങൾ കാണും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ഇപ്പത്തെ ഈ പറഞ്ഞ ട്രെൻഡ് നമ്മൾ ഇന്നലെ സംസാരിച്ചു, ഫ്രാഞ്ചൈസി ട്രെൻഡ്. ഈ പറഞ്ഞ മറ്റേ കഥ അവസാനിപ്പിക്കാൻ അറിയില്ലാന്നുണ്ടെങ്കിൽ അതിലൊരു ട്യൂട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ലാസ്റ്റ് ഒരു മാസ് സീനും. അതിനിപ്പോ 4 എടുത്താലും ചിലപ്പോ ഒരു ദിവസം കൊണ്ട് 100 കോടിയൊക്കെ ഉറപ്പടിക്കും. അതിനിപ്പോ
എങ്ങനെ എന്ത് സ്പോയിലേഴ്സ് ആൾക്കാർ പുറത്തേക്ക് വിട്ടാലും അത് ആൾക്കാർ കയറി കാണുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ എളുപ്പപ്പണിയല്ല എടുത്ത ക്യാരക്ടേഴ്സിന് നോക്കി ബക്കറ്റ് ഇറ്റ് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നന്ദകുമാർ. എന്തിനായിരുന്നു ആ ക്യാരക്ടർ എന്നൊക്കെ ഇപ്പോഴും മനസ്സിലായി. എന്തായിരുന്നു അതിന്റെ ലീഡ്? ബക്കറ്റ്, അത് കഴിഞ്ഞ് കുളിക്കാനോ എന്തിനോ പോകുമ്പോ വേറൊരു ബക്കറ്റ്, അതിട്ട് പോയതാ ആ പോകും ഈരാട്ട് കഴിഞ്ഞ് അത് മാസ സീനിലാണ് ഇറങ്ങി പോണത്. ഇവിടെ ഇതൊക്കെ പറഞ്ഞൊക്കെ നമ്മളെന്തല്ല ആരും റിവ്യൂ ചെയ്യുമ്പോഴും ദൃശ്യം 1ഉം 2 ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ചില ആൾക്കാരെല്ലാം പറയുന്നത് നമുക്ക് 1ഉം 2 അത്രയും മികച്ച സിനിമ ആയതുകൊണ്ട് ദൃശ്യം 3 മോശമായിട്ട് തോന്നാവാം. പക്ഷെ ദൃശ്യം 3 സെപ്പറേറ്റ് മാറ്റിയെടുത്താലും അടപടലും മോശം പടം. തുടക്കം മുതലേ മോശം ടെക്നിക്കൽ വൈസ്. ക്രൂ മെമ്പേഴ്സിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ദൃശ്യം 1 സുജിത് വാസുദേവിന്റെ ക്യാമറ അതിൽ നല്ലൊരു ഫാക്ടർ ആയിരുന്നു. അടിപൊളി ക്യാമറ ആയിരുന്നു. അയാളുടെ ലൈറ്റിനിങ്ങും കാര്യങ്ങളും തൊടുപുഴയാണ്, ഇടുക്കിയിലാണെന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് ഒരു കൾച്ചർ സെറ്റ് ചെയ്യാനും ആ ഒരു ക്ലൈമറ്റ് കൊണ്ടുവരാനൊക്കെ സുജിത് വാസുദേവ്, സതീഷ് കുറുപ്പിക്ക് എത്തി കഴിഞ്ഞപ്പോ ദൃശ്യം 2ലും 3ലും അത് മാറി. അതുകൊണ്ട് മെമ്മറീസും നല്ല രസമുള്ള ഒരു സുജിത് വാസുദേവാണ്. ഇത് ഈ ജിത്തു ജോസഫ് അയാളെ ഫാമിലി സർക്കിൾ വെച്ച് പടം എടുക്കുന്ന പോലെ. കഥ എഴുതാൻ ശാന്തിമായദേവി ഉണ്ട്, ക്യാമറ എടുക്കാൻ സതീഷ് കുറുപ്പ് ഉണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ മൃണാൾ ഒരു ഹോട്ടലും തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു റിസോർട്ട് എന്നുള്ള സീൻ ഉണ്ട്, അവരോട് ഇന്നലെ പറഞ്ഞു. ആ റിസോർട്ട് അവിടെ ഇവര് മറ്റേ വക്കീലിനെ വിളിച്ചു വരുത്തുന്നുണ്ടല്ല, വേറെ സെറ്റ് കിട്ടാൻ പോലെ ക്രോപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്ന ചേരി. എനിക്ക് തോന്നുന്നു മറ്റേ ജിത്തു ജോസഫ് ഒരു ഫേവർ ചെയ്താണ് ശാന്തിമായദേവിക്ക് ജയിക്കുന്നത്. ഞാൻ ഒരു ഷോട്ട് വെക്കുന്നുണ്ട്, നീ മാക്സിമം ബ്യൂട്ടി ആയിട്ട് വന്നോളുണ്ട്, എന്നിട്ട് വാരിക്കോരി അഭിനയിച്ചു. സത്യത്തിൽ ഭയങ്കര ഓവറായിരുന്നു. ഈ സീരിയലിനായിട്ട് കമ്പയർ ഉണ്ട്. ഇപ്പം സീരിയലൊക്കെ മാറിയിരിക്കുന്നു. സീരിയൽ ഇതിനെക്കാളും രസമുണ്ട്. ഇത് ഇനിയിപ്പോ സീരിയൽ അല്ലാതെ നമുക്ക് തോന്നി നമ്മൾ സിനിമയിൽ നിന്ന് പിടിച്ചിരുത്തി അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കും. സീരിയലിന്റെ ക്യാരക്ടറിനെ എഴുതി വെക്കുക എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമാണ്. അത് നല്ല വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ദൃശ്യം 1ഉം 3ഉം കണ്ടാൽ മതി. ക്യാരക്ടേഴ്സിന് സത്യം പറഞ്ഞാൽ ദൃശ്യം 2ഉം ശരാശരി നിലവാരമുള്ളൂ. പക്ഷെ ഇത് പീക്ക് അതിന്റെ എക്സ്ട്രീം ആണ്. മോഹൻലാലിനെ വെച്ച് ഒരു പരിധി വരെ നല്ല ഒരു കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞ പാടം അത് വിചാരിച്ചിട്ട് പാടം ഭയങ്കര സംഭവം. തുടരൊക്കെ തുടരും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ മോഹൻലാലിന്റെ പഴയ സെറ്റപ്പ്, പഴയ ഒരു ഓറ കിട്ടി എന്നുള്ള സാധനം കൊണ്ടാണ് അവിടെ അടിച്ച് കയറിയത്. അല്ലാതെ ഭയങ്കര രസമുള്ള ആ തുടരുള്ള മോഹൻലാലിനെ ഇതിൽ കൊണ്ടുവരാനും നോക്കി ലാസ്റ്റ് വെച്ചിട്ട് ആ പടത്തിൽ ഫൈറ്റ് കൊറിയോഗ്രാഫിയും കൂടി ഓവർ ദ ടോപ്പ് ആവാന്നുണ്ടെങ്കിൽ പടം തീർന്നവിടെ. തോന്നുന്ന ആൾക്കാർ ഈ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞത് ഇത് ഇവിടെ നിന്നുകൊണ്ടാണ്. കുറച്ചും കൂടി കയ്യിൽ നിന്ന് പോവാണെന്നുണ്ടെങ്കിലല്ലോ ആൾക്കാർക്ക് എവിടെ ഏതൊക്കെ പോയിന്റിൽ കണക്ഷൻ കിട്ടി. പിന്നെ ഒരാൾ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ടെക്നിക്കൽ വൈസ് ആരും ചർച്ച ചെയ്യാൻ നിൽക്കണില്ല. ആൾക്കാർക്ക് അറിയാം പ്രശ്നമാണ് സംഭവം. നേരത്തെ നമ്മൾ പറഞ്ഞാൽ തന്നെ കുറെ ആൾക്കാർക്ക് പല രീതിയിൽ ഇഷ്ടപ്പെടുന്ന പടങ്ങളുണ്ടാവും. പക്ഷെ ഒരു സിനിമയിൽ കണ്ടിരിക്കാൻ പറ്റാത്ത അരോചകമായിട്ടുള്ള പരിപാടികൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. കാരണം ഒന്നാമത് ഇത് ഫ്രാഞ്ചൈസി പടമാണ്. നമ്മൾ കണ്ടു വളർന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ തകർക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ക്യാരക്ടർ ഏറ്റവും ഇതായി തോന്നിയത് കലാപൻ ഷാജോണ്. ഭയങ്കരമായിട്ട് ബാക്കി എല്ലാരും നമുക്ക് മാറ്റിയേക്കാം. ശരിക്കും ഷാജോന്റെ കരിയറിൽ പോലും ബ്രേക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ സഹദേവനും ഈ ദൃശ്യം 1 വെച്ചിട്ടാണ് ഒരുപാട് കോമഡി സ്കിറ്റുകൾ വന്നത്. ഇപ്പോഴും ഇപ്പൊ ലാസ്റ്റ് വന്ന പടത്തില് ഇങ്ങനത്തെ സഹദേവൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഇവിടെ എങ്ങനെ കൊമ്പം വീശി രക്തവർണ്ണ കണ്ണുകളുമായി വന്നതാണ്. അത് മറ്റേ ഇത് പറഞ്ഞല്ല, പുരോഗമനം പറഞ്ഞപ്പോ എസ്തറിനെ കൊണ്ടുവന്നിട്ട് പുരോഗമനം പറയിക്കാനായിട്ടൊരു കുട്ടി. ജിത്തു ജോസഫിന് ഒരു ബാധ്യത ഏതാണ് ഈ 3 ക്യാരക്ടേഴ്സ്. ദൃശ്യം 1 ഈ 3 നടിമാരെ അഭിനയിപ്പിച്ചല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം ഇതിന് തുടർന്ന് പോകണം. ഇത്രയും മോശപ്പെട്ട അഭിനേത്രികൾ സമീപകാലത്ത് മലയാള സിനിമയിൽ വന്നിട്ടില്ല. അൻസിബയ്ക്ക് ഒന്നുമില്ലെങ്കിൽ ഓർത്താൽ മതി, ദൃശ്യം 2 ഇറങ്ങിയ ടൈമിൽ വാട്സ്ആപ്പ് സ്റ്റിക്കേഴ്സിൽ ഫുള്ള് അൻസിബന്റെ അപസ്മാരായിരുന്നു. ഇനിയിപ്പോ അടുത്ത വരാൻ പോണ വെട്ടവും ഇനിയിപ്പോ വെട്ടില് ട്രോമ ഉണ്ടാവില്ല എന്ന് ആരെയുണ്ട്. ജോർജ് കുട്ടി മക്കളെ സംരക്ഷിച്ച ഒരാളാണ് ഇപ്പൊ മകളെ വെട്ടിയത്. അതിന്റെ റിവ്യൂ ഞാൻ പൊരുത്തന്റെ കണ്ട്. അതായത് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് ക്യാരക്ടർ, അതായത് അയാൾ ക്രിമിനൽ ആയിരുന്നു അയാൾക്ക് സ്വയം തോന്നി. അതിന്റെ ഭാഗമായിട്ട് അയാൾ ചെയ്തതാവാന്നൊക്കെ പറഞ്ഞിട്ട്, അത് ശരിയാണ്, അങ്ങനെ ആവാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആവാന്നൊക്കെ ആവാന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി ഉണ്ട്. ഒരു മോളെ ഇങ്ങനെ വെട്ടിയിട്ട് ഇതൊക്കെ ആവുന്നത് അത് പറയണം കൂടെ കോമഡി. ഞാൻ പിന്നെ അടിച്ച് മൂലൊക്കെ ഇട്ടിട്ട് അതേ രസം. മോള് മറ്റേ ഇന്നത്തെ പോലേക്ക് പോന്ന് അണ്ണൻ തമ്പിയിലുണ്ടല്ലോ MI ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടോ. മോഹൻലാൽ ഇത് പറഞ്ഞു ഓക്കെ അച്ഛാ. വേറെ പ്രശ്നം പിന്നെ ആലോചിച്ചത്, അതായത് ഇവര് ഹണിമൂണ് വേണ്ടിയിട്ട് റിസോർട്ട് പോകുന്നുണ്ടല്ലോ. ഈ റിസോർട്ട് പോവാനുള്ള പ്ലാന് ഈ എസ്തറും ഉണ്ടാക്കുന്നത്. അപ്പം മീന പറയുന്നുണ്ട് അത് നടക്കൂല, നിങ്ങൾ പുതിയ പരിപാടികളൊന്നും നടക്കൂല. എന്നിട്ട് പിന്നെ മോഹൻലാൽ സമ്മതിക്കുന്ന നാടോടുമ്പോൾ നടവാണ്. അപ്പം ഈ റിസോർട്ടിൽ
റോട്ടിൽ പോയതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാവുന്നതും ഇങ്ങനെ പ്രശ്നമാവുന്നതും. ഈ ഒരൊറ്റ വിഷയം വെച്ചിട്ട് ഇവൾ ഇത്രയും നേരെ പറഞ്ഞ പുരോഗമനത്തെ മൊത്തം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് പൊതുവിൽ അക്സെപ്റ്റബിൾ ആണ്. അത് പുരോഗമന സമൂഹത്തിലേക്ക് നടക്കുന്ന ഒരാൾ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. പക്ഷെ ഈ ഒരു സംഭവം നടക്കുന്നതോട് കൂടിയിട്ട് അവള് പറഞ്ഞ പുരോഗമനം മൊത്തം മോശമാണ്, അംഗീകരിക്കാൻ പറ്റാത്ത നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് ഒരു പൊതുബോധത്തിൽ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ ഈ സ്റ്റീരിയോ ടൈപ്പിനൊക്കെ അതേപോലെ നിലനിർത്തുന്നത് അത് കുഴപ്പമില്ല, ആ കുട്ടി പറഞ്ഞോടല്ലേ പോയെ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള സാധനം ഒക്കെ. ഇത്രയും നേരം പറഞ്ഞ പുരോഗമനൊക്കെ പറഞ്ഞ പോലെ ഫോഴ്സ്ഫുള്ളി പുരോഗമനം പറയാൻ വേണ്ടി എടുത്തൊരു ക്യാരക്ടർ ആയിക്കോട്ടെ, പറയണത് നല്ല ഉണ്ട്. അപ്പോഴും മോഹൻലാൽ പുച്ഛത്തോടെയാണ് ആ ചെറുതിനെ വിളിക്കി അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ചാട്ടം കൂടുതലാണ് അങ്ങനത്തെ ഡയലോഗ് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയുന്ന മോഹൻലാൽ അവസാനം ഇത് സംഭവിക്കുമ്പോ ആ മോഹൻലാൽ പറഞ്ഞത് ശരി, അവരെ കുറിച്ച് ചാട്ടം കൂടുതലാണ്. അങ്ങനെ എനിക്ക് തോന്നുന്ന സംവിധായകൻ ചിലപ്പോൾ പ്ലാൻ ചെയ്താവില്ല. അതാണ് ഈ സംവിധായകരുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് ആണ് ഇതുവരെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു സാധനം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചുവന്ന കൊടിയും പച്ചക്കൊടിയും കാണിക്കുക, അതെല്ലാം പൊളിറ്റിക്സ്. ആൾക്കാർ വിചാരിക്കും ഞാൻ എഴുതിയ സിനിമയിൽ പൊളിറ്റിക്സ് ഇല്ല. സത്യത്തിൽ അവന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് അവന്റെ ക്യാരക്ടറിന്റെ ഉള്ളിൽ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് ജിത്തു ജോസഫിന്റെ സിനിമകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അതിലൊരു ഉദാഹരണമാണ് ലൈഫ് ഓഫ് ജോസൂട്ടിയൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ജിത്തു ജോസഫിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് നമുക്ക് ശരിക്കും കിട്ടും. ഇനി ഒന്ന് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു കൂട്ടുകാരുണ്ട്, അവൻ പോലും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു എഴുത്തുകാരന് ക്രിയേറ്റിവിറ്റിനെ നശിപ്പിക്കും. അതായത് ഇപ്പൊ ഞാനൊരു സാധനം എഴുതാൻ അയ്യോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടിക്കളയല്ല, അപ്പൊ ഇതിന്റെ ക്രിയേറ്റിവിറ്റി നശിക്കില്ല. അപ്പൊ ഞാൻ ഇതിനൊരു ഒരു സെൽഫ് റിഫൈൻമെന്റിൻ പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്റെ റൈറ്റിംഗിൽ വരില്ല. അതിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ക്രിയേറ്റിവിറ്റിനെ ബാധിക്കുന്ന വിഷയം, ഇത് സൊസൈറ്റിനെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അത് വെട്ടിക്കളയും. നാച്ചുറൽ പ്രോസസ് ആണ്. നമ്മളെ പൊളിറ്റിക്സ് എന്താണോ അതന്നെയാണ് അതിൽ പ്രതിഫലിക്കുക. അല്ലെങ്കിലും ആഫ്റ്റർ ഓൾ ത്തിനുപരി ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിനായിരുന്നു ദൃശ്യം 3 എന്നുള്ള ചോദ്യം ഉണ്ട്. ദൃശ്യം 2ന്റെ എൻഡിങ് ഭയങ്കര നീറ്റാ. അവിടെ കൊടുത്ത് അവർക്ക് വേണ്ടത് കിട്ടി, കർമ്മം ചെയ്ത് കഴിഞ്ഞു. എല്ലാരും പണ്ടത്തെ അതേ ക്യാരക്ടേഴ്സ് അതിന്റെ വ്യത്യസ്ത തരങ്ങൾ കാണിച്ച് അവിടെ നിർത്തി. എല്ലാരും സാറ്റിസ്ഫൈഡാ. സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തിയാൽ അടിപൊളിയായിരുന്നു അവിടെ. പക്ഷേ ദൃശ്യം 3ലേക്ക് എത്തി കഴിഞ്ഞപ്പോ തുടക്കത്തിൽ തന്നെ ദൃശ്യം 1ന്റെ സക്സസ് സെലിബ്രേഷൻ നടത്തിയ പോലെ ബിജുമേനോനെ വെച്ചിട്ട് ആ പടം ഹിറ്റാക്കലും എന്നിട്ട് ഒരു മറ്റേ ലീക്കായ കേസ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞാത്തോടെ പിന്നെ അതിന് ഡെവലപ്മെന്റ് പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ സീന് കാണിക്കുന്നില്ല. കേരള പോലീസിന്റെ അനാസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സീൻ അങ്ങനെ നിർത്തിയതുകൊണ്ട് ഈ ലീക്കായാലും പിന്നെ ഒരു പുരോഗമനം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് മറ്റേ പോലീസുകാരന്റെ ഒപ്പം ചാടിക്കാൻ പോണു. അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാളൊരു സിനിമാകാരനാണ്, സിനിമാ പ്രേമിയാണെന്നൊക്കെ 1ലും 2ലും ആവർത്തന വിരസതയാണ്. വീണ്ടും ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഈ സിനിമന്റെ കാര്യം പറഞ്ഞു 100 കോടി കയറുന്നു, അവിടെ കയറുന്നു. ജിത്തു ജോസഫിന്റെ വോയിസ് ഓവർ വരുന്നുണ്ട്. ദുബായിൽ മറ്റേ ചെക്കനെ പറ്റിട്ട് അന്വേഷിക്കുന്നത് ജിത്തു ജോസഫിന്റെ വോയിസ്. പിന്നെ കിട്ടാവുന്ന സിനിമകളിലൊക്കെ വെറുതെ അവിടെ കൂടി ഇവിടെ കൂടി നടന്നു പോണ ആളായിട്ട് വരെ ജിത്തു ജോസഫ് വരും. പൊതുവെ അങ്ങനെ ഡയറക്ടേഴ്സ് പോകാൻ കാണിക്കാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര പോസിബിളി കാണിക്കുന്ന പോലെ തോന്നി. ആന്റണിനെ പിന്നെ നമ്മൾ ഈ ആന്റണി വരുമ്പോ ഒരു സംഭവം അയാൾക്ക് അറിയുന്നുണ്ടാവും അയാൾ അഭിനയിക്കുന്നത് ശരിയല്ല എന്നൊക്കെ. പക്ഷെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് വരുമ്പോ ആ സിനിമനെ ബാധിക്കേണ്ടത് തിയേറ്ററിൽ എല്ലാവരും മിക്ക ആൾക്കാരും ചിരിച്ചു. അത് ബിൽഡപ്പ് കൊടുത്തിട്ടാ ദൃശ്യം 1ൽ ആന്റണിയുടെ പ്രസൻസ് രസമുണ്ടായി. തുടക്കം അയാൾ തരുന്നു, കുഴപ്പമില്ല, അത്ര വലിയ ഇമ്പോർട്ടന്റ് റോളും അല്ല. എന്താ അറിയില്ല, നമുക്ക് അന്ന് ആന്റണി ആരാന്ന് അറിയുണ്ടാവില്ല, കുറെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അന്ന് കുറെ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിനെ ശ്രദ്ധിച്ച് അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരെ പെറുക്കിയെടുത്തു അഭിനയിപ്പിച്ച പോലെ. ദൃശ്യം 2 അങ്ങനെ തന്നെയായിരുന്നു. ദൃശ്യം 2 ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ കേട്ട ഒരു സാധനമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രസന്റേഷൻ. അതിൽ എടുത്തു പറയേണ്ടതാണ് ദൃശ്യം 2 കുറച്ച് ഓട്ടോറിക്ഷക്കാര് വന്ന് നിൽക്കുന്ന ഒരു 4 ഓട്ടോറിക്ഷക്കാരുണ്ട്. ഒരു നാട്ടിൽ പോലും അങ്ങനത്തെ ഓട്ടോറിക്ഷക്കാരുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സീനും ഉണ്ടാവില്ല. ലോകത്ത് എവിടെ നടക്കാത്ത പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ ഒളിച്ചിരുന്നിട്ട് ഇനി അറിയില്ലോണ്ടോന്ന് അങ്ങനത്തെ കള്ളുടിക്കുക. അതും നട്ടുച്ചക്ക് വെള്ളം അടിക്കണവരെ പരിപാടി അങ്ങനെ അല്ല, അങ്ങനെ അടിക്കൂല. നട്ടുച്ചക്ക് ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ ചൊറിഞ്ഞ് ആ ഡയലോഗ് ഡെലിവറി തന്നെ നമുക്ക് കേൾക്കുമ്പോ അപ്പൊ ജിത്തു ജോസഫ് ഐഡിയ ഇതിൽ അതേപോലെ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് വഴി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെയാണോ ഇതെന്ന് നമുക്കറിയില്ല. അതാണ് ഇവരെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കൊടുത്തിട്ടാണോ നമുക്ക് പറയാം. പക്ഷെ അത് കൂടുതലാവുമ്പോഴാണ് പ്രശ്നം. ഒരു സീൻ 1-2 സീനാകുമ്പോ കുഴപ്പമില്ല. കള്ളുടി സീനാണ് ഏറ്റവും മോശം. മേജർ സീനാണിത്. അറിയുന്ന സീൻ അവിടെയാണ്. ഈ സ്കെലറ്റൻ കുഴിച്ചെടുക്കുന്ന 2 ആൾക്കാർ മൂത്രമൊഴിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ വരുമ്പോ ഇവര് തമ്മിൽ നടത്തുന്ന ആ ടോക്കന്നെ നാടകം
ഇളകിയതാണ്. ഓവർ അഭിനയാണ് എല്ലാരും. അഭിനയോ ഇതൊക്കെ സംവിധായകന്റെ പ്രശ്നമാണ്. സംവിധായകനാണ് ഇതൊക്കെ നോക്കണ്ടേ. ഒന്നോ രണ്ടോ ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കോട്ടയം നോക്കാം. ഒരു സീനിൽ ഇനിയിപ്പോ അതിനായിട്ട് റീടേക്ക് ചെയ്യണ്ട. ഒരു കൂട്ടം ആൾക്കാർ ഇരുന്നിട്ട് മോശം പെർഫോമൻസ് അത് നോട്ട് ചെയ്യണ്ടേ. അത് നിർത്തിയിട്ട് ഇങ്ങനെയല്ല മക്കളെ ഇങ്ങനെ ചെയ്യേ. ഇല്ലാണ്ടെങ്കിൽ സിനിമന്റെ നല്ലതിന് വേണ്ടിയിട്ട് അവരെ മാറ്റണം. അവർക്ക് വേറെ എന്തെങ്കിലും റോഡ് കൊടുത്തിട്ട് സ്പ്ലിറ്റ് ആക്കി കൊടുക്കുക, വേറെ എന്തെങ്കിലും 4 പരിപാടിക്കായിട്ട് വിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതിനിപ്പോ എന്തൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ആർട്ടിൽ കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ ആൾക്കാര് അത്രയും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന സിനിമകൾ. ആൾക്കാര് ബന്ധങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആർട്ടിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞ ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിന്നോണ് ദൃശ്യം. പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. കുറെ ആൾക്കാർക്ക് ആ മറ്റേ ഇമോഷൻ കണക്ട് ചെയ്യും. ക്ലൈമാക്സിലെ ഇമോഷൻ കുറെ ആൾക്കാർ കണക്ട് ചെയ്യും. എനിക്ക് ദൃശ്യം 3 വന്നു കഴിഞ്ഞാൽ ഏറ്റവും മോശം VFX ഞാൻ കണ്ടിട്ടുണ്ട്. അധികം ആൾക്കാർ, ഞാൻ ചോദിച്ച ആൾക്കാർ അത് കണ്ടിട്ടില്ല. ഇനി അത് OTT-യിലൊക്കെ വരുമ്പോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മറ്റേ അതിലൊരു വേറെ ലേഡിന്റെ ക്യാരക്ടർ ഇല്ലേ, ജോർജ് കുട്ടി സഹായിക്കുന്ന ഒരു പെൺകുട്ടി, ശവം കുഴിച്ച് ഇവരെ വീട് ഒരു ലോങ് ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. ബാക്കിലൊരു മലനിരകളൊക്കെ ആയിട്ട് VFX-ലുണ്ട്. അവിടെ ഒരു അരുവി ഒഴുകുന്നു, മലര മുകളിൽ വെള്ളം ഒഴുകുന്നു, വെള്ളച്ചാട്ടം. എന്താണ് ശ്രദ്ധിച്ചോളണ്ട, എന്താണ് ആ സീന്റെ പ്രാധാന്യം, എന്തിനാണ് അവിടെ ഒരു വെള്ളച്ചാട്ടം കൊടുത്തതെന്ന് ചോദിച്ചിട്ട് തോന്നുന്ന വീണ നന്ദകുമാർ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ വരുന്ന സീനുണ്ടല്ലോ, അവിടെയാണെന്നാണ് എന്റെ ഓർമ്മ. ഫസ്റ്റ് ബക്കറ്റ് സീൻ. അങ്ങനെ ഒരു സീന് ജിത്തു ജോസഫിന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് ബക്കറ്റ് വെച്ചൊരു ഷോട്ട് എടുക്കണം എന്ന് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഏറ്റവും മോശം VFX യൂസ് ചെയ്യുന്ന ആള് ജിത്തു ജോസഫ്. അത് ലൈഫ് ഓഫ് ജോസ് കുട്ടിയില് അതിന്റെ അതിപ്രസര മെമ്മറീസിലുണ്ട്. മെമ്മറീസിൽ ആ ഒരു ജീപ്പ് മറ്റേ ബസ്സിനെ വെട്ടിച്ചത് അത്, പിന്നെ മറ്റേ ഫ്ലാറ്റുകൾക്കുള്ളിൽ കൂടെ വരുന്ന അതും അയാൾ എടുക്കുന്ന സിനിമകൾ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അതാണ്. ദൃശ്യം മെമ്മറീസ് ഒക്കെ ചെയ്ത ആൾക്കാരാണല്ലോ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചില പടങ്ങൾ കഥയൊക്കെ എന്തോ ആയിക്കോട്ടെ, കഥയിലൊന്നും ഒരു കുന്തമില്ല, പക്ഷെ പടത്തിന്റെ മേക്കിംഗ് കണ്ട് നമുക്ക് മനസ്സിലാവും ഇത് പണി അറിയാവുന്ന ആളെടുത്തിട്ട് തിരക്കഥയിൽ അല്ലെങ്കിൽ കഥയിലാണ് ഈ പാളിയിരിക്കുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. നല്ല സാധനം ഇയാൾ എടുത്തിട്ടുണ്ട്. ടീം ഇല്ലാഞ്ഞിട്ടാവില്ലല്ലോ, അല്ല അങ്ങനെ സോഴ്സ് ഇല്ലാത്ത ഒരാളല്ലോ. ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവൂരിന് ഏത് ക്രൂവിനെ കിട്ടാത്തത്? കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസോ പ്രൊഡക്ഷൻ മൊണോപ്പൊളി ആന്റണി പെരുമ്പാവൂരിന്റെ കയ്യിലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ തെറ്റൊന്നും. ഒരു കാലത്ത് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടനയൊക്കെ തുടങ്ങി അതിന്റെ അധികാരായ ഒരു സാധനം പ്രതീക്ഷിക്കണ്ട നമ്മള്. അത് പ്രതീക്ഷിച്ചു പോകും. അവരെങ്ങനെ സീരിയൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആഗ്രഹിക്കുന്നില്ലാണോ ഇതിന്റെ പടം മെച്ചപ്പെട്ട ആൾക്കാർ വെച്ചെടുക്കണം. റീൽ എടുക്കുന്ന പിള്ളേര്, ഇന്നത്തെ കാലത്ത് റീൽ എടുക്കുന്ന പിള്ളേര് ഇതിനേക്കാൾ മികച്ച നൈറ്റ് ഷോട്ട് എടുക്കും. റീല് ഐഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് പോയിട്ട് ഇതിനേക്കാൾ രസമുള്ള ലൈറ്റിംഗ് വെച്ചിട്ട് നൈറ്റ് ഷോട്ട് എടുത്ത് തരും. ഇത് നൈറ്റ് ഷോട്ട് ഉണ്ടെങ്കിൽ ബാക്കിൽ നീല വെളിച്ചം പൊട്ടിച്ചു കൊടുത്തു, നീല വെളിച്ചം ഫ്രണ്ടില് രാത്രി. എന്നിട്ട് മോഹൻലാൽ മീനി ഇരുന്നിട്ട് അവരെ മറ്റേ ഈ ഡ്രാമ ഉണ്ടല്ലോ, മറ്റേ തിയേറ്റർ ഡ്രാമ അടിക്കുമ്പോൾ ഉണ്ടാവില്ലേ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് കൊടുക്കുക, അതേമാതിരി മോഹൻലാലിന്റെ മീനിന്റെ മെത്തേക്ക് ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇവർ രണ്ടാളും സംസാരിക്കുന്ന സീൻ. അതേപോലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന് ഭയങ്കര ഒരു പാളിച്ചെന്ന് പറയാൻ പാടില്ല. അതൊക്കെ ഡയറക്ടർ തിരുത്തി കൊടുക്കേണ്ട. ഡയറക്ടർ എല്ലാം പാളിച്ചെന്ന് പറഞ്ഞ ഒരു സീനിൽ എന്തെങ്കിലുമൊക്കെയാണ് പാളിച്ചെന്ന് പറയാം. ഇത് പാളിച്ചല്ല. അത് ശരിക്കും നമുക്ക് കമ്പയർ ചെയ്യാം. ഒരു ഡയറക്ടർ എത്രത്തോളം അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. ഇതേ കപ്പിൾസിനെ വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് വീട്ടിലെ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത പാടാണ് മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ. അതിൽ മീനന്റെ മോഹൻലാലിന്റെ കോസ്റ്റ്യൂംസ് മേക്കപ്സ് ഒക്കെ പക്ക നാച്ചുറൽ. ആ വീട് എങ്ങനെയാണോ ആ വീടിനനുസരിച്ചുള്ള ഒരു ഫ്ലാറ്റ് പോലത്തെ അപ്പാർട്ട്മെന്റ്, സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ക്വാർട്ടേഴ്സ് എന്തോ ആണത്. അതിൽ ആ രാത്രി മീൻ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ്, മോഹൻലാൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ്, മീന വിത്തൗട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ. ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ട് ജിത്തു ജോസഫ് പറഞ്ഞല്ലോ ആരോട്, മീനോട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്ര മേക്കപ്പ് ഇടല്ലേ എന്നൊക്കെ. അവരിടുകയാണ്. ഇങ്ങനെ പറ്റിയ ഒരു സംവിധായകന്റെ സിനിമല്ലേ. ദൃശ്യം 3 പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ വന്നപ്പോ അത് മോഹൻലാൽ ഒന്ന് മീനെ ട്രോളുന്നുണ്ട്. ജോർജ് കുട്ടി പകലില്ലാതെ അധ്വാനിക്കുമ്പോ ജോർജ് കുട്ടിയുടെ ഭാര്യ രാത്രിയൊക്കെ മേക്കപ്പ് ഇട്ടിരിക്കുന്നു. ഈ ദൃശ്യം 3 വന്നപ്പോ മീനാന്ന് മാത്രല്ല അൻസിബന്റെ ഒക്കെ മേക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓവറാണ്. അതുപോലെ മീന പറയുന്ന ഇംഗ്ലീഷ്, മീനനെ ദൃശ്യം 1 ലും 2 ലും കളിയാക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത പക്ഷെ ഇവിടെ എത്തിയപ്പോ മീനന്റെ ക്യാരക്ടറൊക്കെ മാറിയുടെ മീനെ ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റഡ് ഉള്ള ആളെ പോലെ. ഒന്നാമത് ആ സിനിമയിൽ അയാൾ എഴുതി വെച്ച ഡയലോഗ് അത് അതേപോലെ മീനെടുത്ത് ഉപയോഗിച്ചു. ദൃശ്യം 1 ലുണ്ടോ അവര് എന്തോ ഇംഗ്ലീഷ് പറയുമ്പോ തെറ്റി പോകുമ്പോ മോളും ഇവരും കൂടി അങ്ങനത്തെ ചെറിയ മോള് എന്തോ ഇംഗ്ലീഷിൽ വർത്താനം പറഞ്ഞു പോകുമ്പോ മീന കിട്ടാതെ ആകുമ്പോ മോഹൻലാൽ മീനനെ ട്രോൾ ഉണ്ട്. അത് സെന്റ് ആന്റണീസിൽ പഠിച്ച ഇംഗ്ലീഷാ, നിനക്കത് മനസ്സിലാവില്ല. ദൃശ്യം 1 ല് മോളെ അവിടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മീന. അപ്പൊ അത് ട്രോളാണ്. ആ മീൻ ഇതിൽക്ക് വന്നു കഴിഞ്ഞപ്പോ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് എന്തോ ഒരാൾ. നമ്മള് മലബാറുകാര്, എന്നാലും മലയോര ഗ്രാമത്തിൽ ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടൊന്നുമില്ല. അവിടെ ഉള്ള ആൾക്കാർ സംസാരിക്കണ പോലെയല്ല മീന ഇനിയിപ്പോ അത് പോട്ടെ. പക്ഷെ ഫസ്റ്റിലുള്ള അതേ ക്യാരക്ടറല്ലേ ഇയാള്. അല്ലെങ്കിൽ പിന്നെ അയാൾ മറ്റേ സ്പീക്കീസിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, എന്നിട്ട് പഠിച്ചിട്ട് വരണം, അതെങ്കിലും കാണിക്കണമില്ലേ. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പൈസ മുടക്കി ഭാര്യനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ചായക്കടക്കാരൻ മിസ്സിംഗ്. ചായക്കടക്കാരൻ ബെസ്റ്റ് ലെയർ ചെയ്യുന്ന ക്യാരക്ടറിനെ ഏറ്റവും രസമായിട്ട് അയാള് ബ്രിഡ്ജ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. പോലീസുകാരും ജോർജ്
കുട്ടിയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജിങ് അയാൾ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. ആ സെക്കൻഡിലും ഉണ്ടായിരുന്ന അയാൾ ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. സെക്കൻഡിൽ ആ ചായക്കടയിൽ വെച്ചിട്ടാണ് ആ കള്ളന് സിഗ്നൽ കിട്ടുന്ന സാധനമൊക്കെ. എന്തുകൊണ്ട് ഇവര് നീരജ് മാധവിനെ ഉപയോഗിക്കുന്നില്ല? നീരജ് മാധവിന്റെ ക്യാരക്ടർ ദൃശ്യമാണെങ്കിൽ നല്ല രസമുള്ള ക്യാരക്ടറാണ്. ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ജോർജ് കുട്ടി കുറച്ച് റൊമാൻറ്റിക് ആണെന്നുള്ള സാധനം പറഞ്ഞു വെക്കുന്ന ഒരു സാധനമായിരുന്നു നീരജ് മാധവിനായിട്ടുള്ള രാത്രി കോൺവെർസേഷൻ. ആ സാധനങ്ങളൊക്കെ ശരിക്കും ജോർജ് കുട്ടിന്റെ ഗ്രോത്തിൽ ഉണ്ടാവേണ്ട ആൾക്കാരൊക്കെ മിസ് ചെയ്തുകൊണ്ടാണ് ഈ പടത്തിന്റെ ഒരു ഈ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീടുകളിലുള്ള സീനുകളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യായിരുന്നു. ഇപ്പോ സണ്ണി വൈന്റെ അപ്പൻ സിനിമ ആ വീട് വിട്ട് പോണില്ല, പക്ഷെ നമുക്ക് ബോറടിക്കണില്ല. ആ വീടൊരു ക്യാരക്ടറായിരുന്നു. ഇതില് ദൃശ്യം സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ആ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാൽ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സീൻസേ കാണാൻ തോന്നുള്ളൂ. വീട്ടിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് അരോചകമാണ്. ഇതില് 2 പരസ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നീട് അറിയണത്. ഒരു 3 ഈ 2 ഏതാ? ഒന്ന് റിസോർട്ടും പിന്നെ ഒന്ന് കല്യാൺസ്. ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. വേറെ ഉണ്ടോ? ബക്കറ്റും പരസ്യം ഉണ്ടോ? നന്ദകുമാറിനെ ബക്കറ്റ് കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നു. ഓ എങ്ങനെ വരേണ്ട ക്യാരക്ടർ ചെയ്യുന്നത്. ആ തുടക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ഞാൻ ആ ക്ലൈമാക്സ് ഇവരേറ്റവും ഫൈറ്റ് എന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മളും ഇതുവരെയുള്ള റിവ്യൂകളും ചർച്ച ചെയ്യാത്തൊരു സാധനമുണ്ട്. ആശാ ശരത്ത് സ്റ്റീഫൻ ഹോക്കിങ്സ് ഒരു മസാജ് ചെയറിൽ ഇരിക്കും. മസാജ് ചെയർ ആണെന്നാണ് ഇപ്പോ റീലിൽ വരുന്നത്. സാധാരണ മറ്റേ മാളിലൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു തമിഴ് റിവ്യൂല് ഞാൻ കണ്ടു. എന്നടാ പണി വെച്ചെടുക്ക് ആശാ ശരത്ത് ഫ്രണ്ട്സിലെ വിജയായി നടിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂല് ഒരു വന്നിരുന്നല്ലോ. ഞാൻ വിചാരിച്ച ആളാ ഗംഭീര റോളാവും. ആശാശരത്ത് ശരിക്കും 1 ൽ 2 ലൊക്കെ ആശാശരത്തിന്റെ നെഗറ്റീവ് ഷെയ്ഡ് രസമുണ്ട്. ഈ മലയാള സിനിമകളിൽ സ്ത്രീകളുടെ നെഗറ്റീവ് ഷെയ്ഡ് അധികം വരാത്ത കാരണം നമുക്ക് ഈ സാധനം നമുക്ക് ഭയങ്കര ഇഷ്ടമായി. മണ്ണിലും ഭയങ്കര ബ്രേക്ക് കിട്ടിയ റോള് ദൃശ്യമാണ്. നമുക്ക് ദൃശ്യത്തിന് മടങ്ങി വന്നു കഴിഞ്ഞാൽ ആഡ് ഒരിക്കലും നമ്മൾ പറയാതെ പോകരുത്. ഫോഴ്സ്ഫുള്ളി ഒരു എങ്ങനെ ഒരു ബ്രാൻഡിനെ നമുക്ക് തിരികെ കയറ്റാന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ദൃശ്യം 3 കല്യാൺ ജ്വൽസിനെ ഉപയോഗിച്ചത്. കല്യാൺ ജ്വൽസ് മാത്രമല്ലാതെ അതിലൊരു റിസോർട്ടും വേറെ എന്തോരൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ നമുക്ക് അരോചക ഫീൽ എത്തിയത് നമുക്ക് അറിയണോണ്ടാണ്. റിസോർട്ട് നമുക്ക് അറിയില്ലായിരുന്നു. ഞാനിപ്പോ അങ്ങനെ റിസോർട്ടിന് ശേഷം പിന്നെ ഇതിലൊക്കെ വന്നപ്പോഴാണ് നമ്മളും കാണുന്നത്. നമ്മളെ മലയാള സിനിമയിൽ സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച പടമാണ് അയ്യപ്പനും കോശി. അയ്യപ്പനും കോശിയിൽ ആണ് ഞാൻ കണ്ട ഏറ്റവും മോശം ബ്രാൻഡ് പ്രൊമോഷൻ ഉള്ളത്. കിറ്റക്സിനെ അത് ഏത് സീനിലായിരുന്നു? ജയിലിലേക്ക് പൃഥ്വിരാജിന് ഡ്രസ്സ് കൊണ്ടേ കൊടുക്കുമ്പോ അതിലൊരു ബാഗ് ഉണ്ട് തുറക്കുമ്പോ കിറ്റക്സ് മുണ്ടുകൾ സ്റ്റിക്കർ ഇങ്ങനെ ഭയങ്കര ഫോക്കസാ. അതിനുശേഷം ഞാൻ കണ്ട ഏറ്റവും മോശം ഞാൻ ഇത് കഴിഞ്ഞപ്പോ ദൃശ്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എടുത്തുവെച്ച സീനാണ് അഹല്യ. ഇതെന്താ സഫല്യ ഹോസ്പിറ്റൽ എന്ന് നേരത്തെ ഏതോ ഒരു ന്യൂറോ സർജന്റെ പേരല്ലേ പറഞ്ഞിരുന്നത്? അതിനാ ഹോസ്പിറ്റലിന്റെ പേരാക്കി മാറ്റിയത്? അല്ല സർ, ഈ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഓ, ഒരു പരസ്യം അല്ലേ? എടോ, അതിന് കാശ് മുടക്കി വേറെ പരസ്യം എടുക്കണം, അല്ലാതെ സിനിമയ്ക്കകത്ത് കുത്തിക്കയറ്റല്ല വേണ്ടത്. സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ഈ പടം ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രൊഡക്ഷൻ പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പടമാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജാണ് സംവിധാനം ചെയ്തത്. ഈ ഡയലോഗ് ഇങ്ങനത്തെ ഈ കുത്തിക്കേറ്റലിനെ പറ്റി പറഞ്ഞ ആളാണ് ലൂസിഫറിൽ മൈജി പ്ലേസ് ചെയ്തത്. അപ്പൊ അതൊക്കെ ഇവരെന്നെ മനസ്സിലാവണില്ല. ഒരു കാര്യം പറയുമ്പോ പ്രേക്ഷകരെ കൊണ്ട് ഇങ്ങനെ കൈയടിപ്പിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇതേ പരിപാടി ചെയ്യാന്ന് പറയുമ്പോ രഞ്ജിത്തിനെ പോലത്തെ ഉള്ള ഒരാൾക്ക് എന്തായിരുന്നു പൈസക്ക് ടൈറ്റ് എന്ന് മനസ്സിലാവില്ല. ഹിറ്റക്സിനെ കയറ്റാൻ ആന്റണി പെരുമ്പാവൂരിന് ചിലപ്പോൾ കല്യാണരാമൻ പൈസ കൊടുത്തതായിരിക്കാം. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടോ ആഡ്? ആ സിനിമ OTT ഇറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ഇനി വേറെ ഒരു സീൻ എടുക്കാൻ പോകണ്ട, അതിങ്ങനെ ചാനൽ കറക്റ്റ് ആണ്. ഇവിടെ പോണ്ടേ ഗോൾഡ് എടുക്കാൻ വേണ്ട, അവിടെ പോയാൽ മതി. അല്ല, അത് ഇവിടെയും ഉണ്ടല്ലോ, തൊടുപുഴയിലും ഉണ്ടല്ലോ. അപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിൽ അവിടെ മറ്റേത് കൊടുക്കുക, എന്താണ് സൈനിങ് ഓഫ് പോലെ കല്യാണം കഴിഞ്ഞിട്ട് അൻസിബിൻ ചെക്കൻ ഇറങ്ങി വരുന്ന എങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ഇപ്പോഴും മനസ്സിലായില്ല. അത് ഇങ്ങനത്തെ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ മറ്റേ സീരിയസ് ആയിട്ട് കാണാൻ വരുന്ന സിനിമ ഭയങ്കര 7 മണിക്ക് 8 മണിക്കൊക്കെ നീട്ടിട്ട് ആൾക്കാർ പോയി പരസ്യം കാണാൻ പറയുമ്പോൾ അരോചകം. ഇത് വേണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഞാൻ മറ്റേ ഷസാമ് ചോദിച്ചത്, ഓൻ ആ റിവ്യൂല് ഓൻ ചോദിച്ചു എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സിനിമ. അത് 2 രീതിയിൽ ചോദിക്കാം. ഒന്ന് ജിത്തു ജോസഫിനോട് നമുക്ക് ചോദിക്കുന്ന രീതിയിൽ എന്തിനായിരുന്നു ഈ സിനിമ. രണ്ടാമത് ജിത്തു ജോസഫിനോട് ഈ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ചോദിക്കണം, എന്തിനായിരുന്നു എന്നെ പോലെ ഒരു സിനിമ എങ്ങനെ ആക്കിയത്. ഭയങ്കര ഒരു മലയാള സിനിമയിലെ ഒരു ഗോൾഡൻ ഏജസ് കഴിഞ്ഞ വന്നതിന് ശേഷം ആൾക്കാരുടെ ടോപ്പിൽ വന്നൊരു സാധനം ദൃശ്യമായിരുന്നു. കൊമേഴ്ഷ്യലി മലയാള സിനിമേനെ ഒന്ന് സക്സസ് ആക്കിയ ഒരു പടമായിരുന്നു ദൃശ്യം. അതും എങ്ങനെ വന്ന സിനിമ, ഒരു മാസില്ല, ഭയങ്കര സംഭവമില്ല. മോഹൻലാൽ ഓവർ ദ ടോപ്പ് അല്ല, ഒരു സാധാരണക്കാരൻ. ആ പടത്തിന് ടാഗ് ലൈൻ തന്നെ അതായിരുന്നു, സാധാരണക്കാരൻ. എങ്ങനെയാണ് മധുസി നാരായണൻ കുമ്പളങ്ങി നൈറ്റ്സ് എടുത്ത് നോക്കിയാൽ മതി. കുമ്പളങ്ങി നൈറ്റ്സിൽ നമുക്കൊന്നും പറയാനില്ല, അത്രയും അയാൾ റിസർച്ച് ചെയ്ത സാധനം. അത് നമുക്ക് വേറെ സെഗ്മെന്റ് ആയിട്ട് വെക്കണം. കുമ്പളങ്ങിയെ
നൈറ്റ്സിനെ പറ്റി ചർച്ച ചെയ്താലും ഇനി എത്ര റിവ്യൂ വന്നു കഴിഞ്ഞാലും അത് മതിയാവില്ല. സ്റ്റഡി മെറ്റീരിയൽ ആണ്. ഇങ്ങനെ എടുത്ത് ഒരു സ്ക്രീൻഷോട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ജിത്തു ജോസഫിനെ പോലുള്ള ഡയറക്ടേഴ്സ് ഒക്കെ എത്ര ലാഘവത്തോടെയാണ് ഒരു സിനിമ കാണുന്നത്. ദൃശ്യം 2 പല സ്ഥലങ്ങളിലും മുളച്ചു നിന്നിരുന്നു. ഇയാൾ ഇതൊന്നും ശ്രദ്ധിക്കലില്ല. സ്ക്രിപ്റ്റ് ആയോ പടം എടുക്കാം. അപ്പൊ എന്തായാലും നമ്മളെ ദൃശ്യത്തിന്റെ ആ ഒരു കത്തിക്കൽ കൊണ്ട് തീർക്കുന്നു. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. റിവ്യൂ കാണുന്ന ഈ സിനിമ കണ്ട ആൾക്കാരാണ്. അതും കൂടി പറയാൻ കേട്ടോ. ഈ റിവ്യൂ കാണുന്ന ആൾക്കാർ മെജോറിറ്റി ആൾക്കാർ സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ കണ്ടു. ഞാൻ അങ്ങനെയാണ് പേഴ്സണലി. ഞാനും അങ്ങനെ തന്നെ. ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അത് നഷ്ടമായി എന്ന് തോന്നി കഴിഞ്ഞാൽ അശ്വൻകൊക്കിന്റെ റിവ്യൂ ആണ്. കൊടുത്ത പൈസ ഉണ്ടല്ലോ, അശ്വൻകൊക്കിന്റെ റിവ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും. സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരാളെ റിവ്യൂ കണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമ കാണാതിരിക്കരുത്. നമ്മൾ അഭിപ്രായം കേട്ടിട്ടായിരിക്കരുത് നിങ്ങൾ സിനിമ കാണാൻ നിങ്ങൾ തീരുമാനം എടുക്കണം. നമുക്ക് തന്നെ പോയി പറഞ്ഞതിൽ എത്ര സിനിമകൾ നമുക്ക് അനക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണുന്ന ആൾക്കാർ ശരിക്കും മനസ്സിലാക്കുക. സിനിമക്കാർ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് റിവ്യൂ നിങ്ങൾ പടം പോയി അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് തിരുത്തി പോകണം. കാരണം നമ്മളെ റിവ്യൂ കണ്ടിട്ടായിരിക്കരുത് നിങ്ങൾ ഒരു സിനിമ തീരുമാനിക്കേണ്ടത്, കാണണോ കാണണ്ടേ എന്നുള്ളതും. ഓരോരുത്തരും ഓരോ അഭിപ്രായക്കാരാണ്. ഓരോ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ കുറെ ക്ലീശയാണ് പറഞ്ഞു മടുത്തതാണ് എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ഇല്ല ലോകത്ത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ പോലും വിമർശകരുണ്ട്. സിനിമക്കാർ ഇത്ര എന്താ പറയാ ഇതാവേണ്ട ആവശ്യമില്ല, എന്താ പറയാ പ്രകോപനപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് കൊടുത്തു, അവിടെ തീർക്കുക. നിങ്ങൾ OTT ഇറക്കി, തിയേറ്ററിൽ ഇറക്കി, നമ്മള് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമ്മളെ പൈസ ചെലവാക്കി കാണുക. നമുക്ക് അതിനെ പറ്റി അഭിപ്രായം പറയും, സ്വാഭാവികല്ലേ. പിന്നെ ഇത് റിവ്യൂവേഴ്സ് നിങ്ങളടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ സിനിമാക്കാരെ സർട്ടിഫിക്കറ്റ് ആണോ? എല്ലാവരും ഫിലിം സ്റ്റഡീസ് പഠിച്ചിട്ട് നിങ്ങളടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മോശമായിട്ട് സർട്ടിഫൈഡ് ആൾക്കാരുണ്ട്. റിവ്യൂ ചെയ്ത ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എബ്രഹാം മാത്യു എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ട്. അഖില ഉലക നായിക ഷീലു എബ്രാഹിമിന്റെ ഹസ്ബൻഡാണ്. ഭർത്താവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളിലൊക്കെ ഷീലു എബ്രാഹിം കയറി നായികയായിട്ട് അഭിനയിക്കണം എന്നൊരു നിർബന്ധമുള്ള ആളാണ്. എബ്രഹാം മാത്യു പ്രൊഡ്യൂസ് ചെയ്ത പടമായിരുന്നു ബാഡ് ബോയ്സ് എന്ന റഹ്മാന്റെ ഒരു പടം. ഞാൻ ഇതുവരെ ആ പടത്തിന് ഒരു പോസിറ്റീവ് ഇട്ടിട്ടില്ല. അപ്പൊ ആ പടത്തിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ട് ഉണ്ണി വ്ളോഗ്സ് ഒരു ഇതിട്ടേന്. ഉണ്ണി വ്ളോഗ്സിന് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ജാതീയപരമായിട്ടും അയാളെ തൊഴിൽപരമായിട്ടൊക്കെ മോശമായിട്ടാണ് ഈ എബ്രഹാം മാത്യു വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട സാധനം ഉണ്ട്. എന്താണ് അതിന്റെ ഒരു ലോജിക്ക്, യുക്തി മനസ്സിലാവില്ല. നമുക്ക് പ്രഖ്യാപിത എപ്പിസോഡുകളില്ല. നാളെ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ജോലി തിരക്ക് പരിപാടി. പേഴ്സണലി എല്ലാവരും ഓരോരോ പരിപാടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ചിലപ്പോൾ ഒരാളുണ്ടാവില്ല, ചിലപ്പോൾ രണ്ടാളും അങ്ങനെയൊക്കെ ആയിട്ട് വേറെ പല ആൾക്കാർ വന്നേക്കാം. പല പരിപാടി ഉണ്ട്. നമ്മൾ ഇന്ന ആൾക്കാർ എന്നുള്ളതില്ല. നമ്മൾ പൂക്കി കണ്ടിട്ടുള്ള എല്ലാ കണ്ടന്റ് നമ്മൾ ചെയ്യും. സമൂഹത്തിലുള്ള എല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടും. നമ്മൾ മെയിനായിട്ട് ആൾക്കാർ ചിരിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പരിപാടിയാണല്ലോ. ഞാൻ ഒരു 5 വർഷം എന്തായാലും ചിരിക്കും. 5 വർഷം എന്തായാലും മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ അപ്പൊ ഓക്കെ കാണാം.